നെടുമങ്ങാട് 1.5 വയസ്സുകാരന്റെ കൊലപാതകത്തിൽ കുറ്റപത്രം സമർപ്പിച്ച് പോലീസ്. കുട്ടിയുടെ അമ്മ അഖില, സുഹൃത്ത് അഷ്കർ എന്നിവർക്കെതിരെ കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തി. അഷ്കറാണ് ഒന്നാം പ്രതി. കുട്ടിയെ ഒഴിവാക്കാനായി അതിക്രൂരമായി മർദ്ദിച്ചെന്നും അമ്മ ഈ വിവരം മറച്ചുവെച്ചെന്നും നെടുമങ്ങാട് SC/ST കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നു. വിവരങ്ങളുമായി ദേവൻ MP ചേരുന്നുണ്ട്. ദേവൻ, ഇതിപ്പോൾ മനുഷ്യന്റെ മനസാക്ഷിയെ ഒന്നാകെ ഞെട്ടിച്ച ഇത്തരത്തിലൊരു ക്രൂരത ഉണ്ടാവരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു കേസാണ്. ഇതിൽ 83-ാം ദിവസമാണ് കുറ്റപത്രം സമർപ്പിച്ചതെന്ന് മനസ്സിലാക്കുന്നു. തീർച്ചയായും ലിനിഷ, സംഭവം നടന്നിപ്പോൾ 83-ാം ദിവസമാണ്. ഇത് സംബന്ധിച്ചിപ്പോൾ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. നെടുമങ്ങാട് SC/ST കോടതിയിലാണ് ഇപ്പോൾ ഈ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ലിനിഷ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരള മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച സംഭവമായിരുന്നു ഈ മെയ് മാസം തിരുവനന്തപുരം നെടുമങ്ങാട് പനവൂരിൽ ഉണ്ടായിരുന്നത്. പനവൂർ സ്വദേശികളായിട്ടുള്ള അഖിലയുടെയും ഒപ്പം തന്നെ അഷ്കറുടെയും ഈ 1.5 വയസ്സ് മാത്രമുള്ള കുഞ്ഞിനെയും അവരുടെ സ്വൈര്യ ജീവിതത്തിന് തടസ്സമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരുവരും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ച് ഒരു കൊലപാതകത്തിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അത് സംബന്ധിച്ചിട്ടുള്ള ആദ്യഘട്ടത്തിൽ ഈ കുഞ്ഞിന് പരിക്ക് പറ്റി ആശുപത്രിയിൽ എത്തിച്ച സമയത്ത് ഈ ക്രൂരതകളെല്ലാം തന്നെ മറച്ചു വെച്ചുകൊണ്ടാണ് ഈ കുട്ടിയുടെ അമ്മയും ഒപ്പം തന്നെ രണ്ടാനച്ഛനും ഈ ആശുപത്രി അധികൃതർക്ക് മൊഴി നൽകിയിട്ടുണ്ടായിരുന്നത്. ഈ ചോറ് തൊണ്ടയിൽ കുടുങ്ങി ശ്വാസം മുട്ടലും അനുഭവപ്പെട്ടു. അങ്ങനെയാണ് കുട്ടിയുടെ ആരോഗ്യനില മോശമാകുന്നത് എന്ന് കാണിച്ചുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ ഈ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ അന്ന് ആശുപത്രി അധികൃതർക്കുണ്ടായ ഒരു സംശയമാണ് ഈ ക്രൂര കൊലപാതകത്തിന്റെ വിശദാംശങ്ങളെല്ലാം തന്നെ പുറലോകത്ത് അറിയാൻ ഇടയാക്കിയത്. അന്ന് കുട്ടിയുടെ ദേഹത്ത് വളരെയധികം മുറിപ്പാടുകളും കുട്ടിയുടെ കാൽപാദങ്ങളിലും എല്ലാം തന്നെ വളരെയധികം മുറിപ്പാടുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. തുടർന്ന് ഈ ആശുപത്രി അധികൃതർ പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസ് എത്തി പിന്നീട് ഇവരെ കൂടുതൽ വിശദമായി ചോദ്യം ചെയ്തതോടുകൂടിയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ പുറത്തറിയുന്നത്. മാത്രമല്ല, അന്ന് ഈ കുട്ടിയുടെ മരണശേഷം പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ 91 മുറിവുകളായിരുന്നു ഈ ഒരു 1.5 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിന്റെ ശരീരത്തിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ ഈ കുട്ടിയുടെ രണ്ടാനച്ഛന അല്ലെങ്കിൽ ഈ അഖിലയുടെ പങ്കാളിയായിട്ടുള്ള അഷ്കർ ഈ പലപ്പോഴും ഈ കുട്ടി കരയുകയും ഒപ്പം തന്നെ വീട്ടിനുള്ളിൽ ഓടി നടക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് തടയുന്നതിന് വേണ്ടി കുട്ടിയുടെ കാൽപാദങ്ങളിൽ സിഗരറ്റ് വെച്ച് പൊള്ളിക്കുകയും ഒപ്പം തന്നെ ജനനേന്ദ്രിയത്തിലടക്കം മുറിവേൽപ്പിക്കുന്ന ഒരു സാഹചര്യം. കേസിൽ അമ്മ അഖില 2ാം പ്രതിയുമാണ്. വിവരങ്ങളാണ് ദേവൻ MP നൽകിയത്.